നമുക്കിന്ന് നല്ല ടേസ്റ്റുള്ള ആന്ധ്ര സ്റ്റൈൽ പരിപ്പ് കറി ഉണ്ടാക്കി നോക്കിയാലോ. ആന്ധ്രയിൽ ഇതിന് പറയുന്നതേ ആന്ധ്ര സ്റ്റൈൽ ദാൾ പാപ്പു എന്നാണ് പറയുന്നത്. അതിന് വേണ്ടത് ദേ 1/4 കിലോ പരിപ്പ് വെള്ളത്തിലിട്ട് കഴുകി വാരി എടുത്തത്. ദേ കണ്ടോ, 1/4 കിലോയുണ്ട് ഇത്. ഈ പരിപ്പേ തോരപ്പരിപ്പാണെങ്കിൽ അരമണിക്കൂർ മുമ്പേ വെള്ളത്തിലിട്ട് കോരിയെടുക്കണം. ഈ പരിപ്പെന്ന് പറഞ്ഞാൽ മസൂർ പരിപ്പാണ്. മസൂർ പരിപ്പായതുകൊണ്ട് മസൂർ പരിപ്പെന്നും പറയും, അതുപോലെ തന്നെ തൂർ പരിപ്പെന്നും പറയും. നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ കണ്ട അതിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്, ഈ കനം കുറഞ്ഞ പരിപ്പ്. ഇതാകുമ്പം ജസ്റ്റ് ഒന്ന് കഴുകി വാരി എടുത്താൽ മതി. മറ്റേ തുവരപ്പരിപ്പാണെങ്കിൽ ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കിട്ടണം. അങ്ങനെ നമ്മൾ 1/4 കിലോ കഴുകി വാരി എടുത്തിരിക്കുന്നതാണ് ഇത്. ഇതിന് തയ്യാറാക്കാൻ വേണ്ടത് ദേ ടൊമാറ്റോ, വലിയ ടൊമാറ്റോ 3 എണ്ണം വലുതായി സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെ വേണ്ടത് മീഡിയം സൈസ് 2 സബോള വലുതായിട്ട് ഇങ്ങനെ ഈ സൈസിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസ് സബോള നീളത്തിലരിഞ്ഞ് ഈ ചെറിയ ബൗളിനകത്ത് വെച്ചിരിക്കുന്നു. അടുത്തത് കടലപ്പരിപ്പ് 1 ടീസ്പൂൺ, 8 പച്ചമുളക് നടുവേ പിളർന്നത്, വെളുത്തുള്ളി നടുവേ പിളർന്നത് 12 എണ്ണം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉഴുന്ന്, 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ മല്ലി, കണ്ടോ 1 ടീസ്പൂൺ മല്ലി, 1 ടീസ്പൂൺ സാദാ ജീരകം, 1/2 ടീസ്പൂൺ സാദാ ജീരകം. രണ്ട് സമയത്താണ് ഇടുന്നത്, അത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. പിന്നെ വേണ്ടത് 4 ഇതള് കറിവേപ്പില. അടുത്തത് മല്ലിയില ചെറുതായി അരിഞ്ഞത് ചെറിയൊരു ബൗള്, 4 മുളക് നടുവേ പിളർന്നത്, പത്തല മുളകെന്നും പറയും, നടുവേ പിളർന്നത്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇത് രണ്ട് സമയത്താണ് ഉപയോഗിക്കുന്നത്, ഒന്ന് താളിക്കാനും ഒന്ന് കുക്കറിനകത്ത് ഇടാൻ നേരത്തുമാണ്. അത് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇൻഗ്രീഡിയൻസ് ചേർക്കേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പം നമുക്ക് നല്ല ടേസ്റ്റുള്ള ആന്ധ്ര സ്റ്റൈല് ദാൽ കറി ഉണ്ടാക്കിയാലോ. നല്ല സ്പൈസി ആയിട്ടുള്ള. അച്ഛാ നമ്മൾ കുക്കറിനകത്താണ് വെക്കുന്നത്. അച്ഛാ കുക്കറിങ് എടുത്തോ, നമുക്ക് കുക്കറിനകത്ത് എങ്ങനെയാണ് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം 1 ലിറ്ററിൻ്റെ കുക്കർ എടുത്തിട്ട് ആദ്യം നമുക്ക് പരിപ്പിട്ട് കൊടുക്കുക. പരിപ്പിട്ട് കൊടുത്തേച്ചാൽ 1/4 കിലോ പരിപ്പ് കുക്കറിനകത്ത് ഇട്ടോ, നേരെ ഇട്ടോ. പരിപ്പിട്ട് കൊടുത്ത് അടുത്ത് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. 12 വെളുത്തുള്ളി നടുവേ പിളർന്ന് ഇട്ട് കൊടുത്തു, വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ഇനി തക്കാളിക്ക അരിഞ്ഞത് 3 തക്കാളിക്ക വലുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്തു കുക്കറിനകത്ത് ഇട്ട് കൊടുത്തു. ഇനി അടുത്ത് പച്ചമുളക് 8 പച്ചമുളക് നടുവേ പിളർന്നത് കാണിച്ചേ, ഇട്ട് കൊടുത്തു. ഇനി 2 സബോള വലുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തേ. 2 സബോള വലുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തു. ഇനി അടുത്തത് 1 ടീസ്പൂൺ സാദാ ജീരകം ഇട്ട് കൊടുത്തേ, കാണിച്ചേ ഇട്ടോ. ഇനി 1 ടീസ്പൂൺ മല്ലി കാണിച്ചേ, മല്ലി ഇട്ടോ, ഇട്ടോ 1 ടീസ്പൂൺ മല്ലി ഇട്ട്. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാണിച്ചേ, ഇട്ടോ. ഇത്രയും കുക്കറിലോട്ടിട്ട് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 1 കപ്പ് വെള്ളം ഒഴിക്കും. 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കും. നന്നായിട്ട് ഒഴിച്ചോട്ടെ. ലേശം കൂടെ വേണം, 1 തുള്ളിയും കൂടെ ഒഴിക്കണം, 1 തുള്ളിയും കൂടെ, സ്വല്പവും കൂടെ. നിൽക്കട്ടെ, മതി. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തേ, മതി. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തേ, നന്നായിട്ട് ഇളക്ക്, നന്നായിട്ട് മിക്സ് ആകട്ടെ. നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഇനി 1 ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചേ ഇതിൻ്റെ മേളിലോട്ട്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തേ, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പ് നമ്മളിപ്പോഴല്ലേ ഇറക്കുന്നത്, ഉപ്പ് ഇറക്കുന്ന വേറെ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ. നന്നായിട്ട് ഇളക്കി കൊടുത്തേ, നന്നായിട്ട് മിക്സ് ചെയ്തേ. നന്നായിട്ട് ശരിക്കും ഇളകട്ടെ. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി അടപ്പ് വെച്ചിട്ട് 3 വിസിൽ അടിച്ച് കഴിയുമ്പോൾ നമുക്കിത് വാങ്ങിയെടുക്കാം. 3 വിസിലാണ് അടിക്കേണ്ടത്. 3 വിസിൽ അടിച്ച ശേഷം നമ്മൾ എയർ കളഞ്ഞിട്ട് ഇവനെടുക്കാം. മൂടി വെച്ചോ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക,
3 വിസിൽ അടുപ്പിച്ച ശേഷമാണ് ഇവനെ വാങ്ങേണ്ടത്. കുക്കർ 3 വിസിലടിച്ച് വെന്ത ശേഷം നിങ്ങളെ കാണിക്കാം. ഓക്കെ, നമുക്കെന്നാൽ വേവിക്കാൻ പോയാലോ? ഈ വലിയ കുക്കറായിരുന്നു. 3 വിസിലടിച്ച് കഴിഞ്ഞ് അതിൻ്റെ എയർ ഊറ്റിക്കളഞ്ഞ് നമുക്കൊന്ന് തുറന്നു നോക്കാം. 3 വിസിലടിച്ച ശേഷം അതിൻ്റെ എയർ ഊറ്റിക്കളഞ്ഞ് നമുക്കൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ ഐറ്റം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. വലിയ കുക്കറാണ് കേട്ടോ. കണ്ടോ, നല്ല വെള്ളപ്പുരത്ത്. ഇന്ന് ഞാൻ ഇളക്കി കൊടുത്തേ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം. ഇനി നമുക്ക് വേറെ ഒരു ചീൻചട്ടിയിലോട്ട് മാറ്റി കുറച്ചും കൂടെ ചൂടാക്കാം. ഒരു ചീൻചട്ടിയിലോട്ട് നന്നായിട്ട് ഇളക്കിക്കേ നന്നായിട്ട് അങ്ങോട്ട് ഉടയട്ടല്ല. അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് അങ്ങോട്ട് ഉടയട്ടെ. ഇനി നമുക്ക് ചീൻചട്ടിയിലോട്ട് മാറ്റാം. വലിയ ചീൻചട്ടിയിലോട്ട് മാറ്റാം. ഇതെടുത്ത് ചീൻചട്ടിയിലോട്ട് ഒഴിക്കുന്നു. പാത്രത്തോട്ട് മാറ്റി ഇനി നന്നായിട്ട് അങ്ങ് ഉടയ്ക്കാം. പ്രസ് ചെയ്ത് ഇടിയപ്പത്തിൻ്റെ അച്ചെടുത്താൽ ഉടയ്ക്കുന്നു. നിങ്ങൾക്ക് അത് ക്രഷ് ചെയ്യുന്ന അതുണ്ടല്ലോ, നന്നായിട്ട് അങ്ങ് ഉടയ്ക്കണം. സ്പൂൺ കൊണ്ട് ഉടച്ചാലും മതി. ആ പ്രഷർ വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് കൊടുത്തു. ഈ സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആന്ധ്ര പരിപ്പൂറി ആയതുകൊണ്ടുണ്ടല്ലോ നന്നായിട്ട് കുറുകി, കുറച്ചും കൂടി ഒന്ന് പറ്റണം. നന്നായിട്ട് കുറുകി നല്ല എരിവും നല്ല ടേസ്റ്റും. കളറ് കണ്ടോ? അപ്പോൾ ഫ്ലെയിം വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമാണ് വെച്ചിരിക്കുന്നത്. ഒരു 5 മിനിറ്റ് ഒന്ന് തിളക്കട്ടെ. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തേ. നമുക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ്. ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യും. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. നന്നായിട്ടൊന്ന് കുറുകി കിട്ടാനും ശേഷം കൂടെ ഒന്ന് കുറുകിക്കോട്ടെ. നമ്മുടെ ആന്ധ്ര പരിപ്പൂരി ഉണ്ടല്ലോ, നന്നായിട്ട് കുറുകിയും നല്ല എരിവും നല്ല ടേസ്റ്റും നല്ല ജീരകത്തിൻ്റെയും നല്ല വെളുത്തുള്ളിയുടെയും ഒക്കെ ടേസ്റ്റ് നന്നായിട്ട് കുറുകിക്കോട്ടെ. ഇനി ഉപ്പൊന്ന് നോക്കിക്കേ. ഇപ്പോൾ നമുക്ക് ഉപ്പ് നോക്കാം. നമ്മളിപ്പോഴാണ് ഉപ്പ് ചേർത്തത്. അപ്പം നന്നായിട്ട് നല്ല ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് വെന്തത് നോക്കിക്കേ. ഇനി ഇച്ചിരി ഒന്ന് ഉപ്പ് നോക്കിക്കേ. നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കണം. ഒരു 5 മിനിറ്റ് ഈ ചീൻചട്ടിക്കകത്തിരുന്ന് ഒന്ന് തിളക്കണം. ചെറുതായിട്ടൊന്ന് തിളക്കണം. എന്നാൽ കുറച്ചും കൂടി ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയാണ്. ഉപ്പുണ്ടോ? ഉപ്പ് എങ്ങനെയുണ്ട്? കറക്റ്റാണോ? അപ്പോൾ നിങ്ങളുടെ അനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കണം. അപ്പം ഞങ്ങൾ നോക്കിയിട്ട് ഉപ്പ് കറക്റ്റാണ്. ഉപ്പ് കറക്റ്റല്ലേ ചാ? ഓക്കെ. ഇനി ഒരു കുമള പൊട്ടി വരുമ്പോൾ ചെറുതായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിനകത്തോട്ട് നമുക്ക് താളിച്ച് ചേർക്കാനുള്ള സാധനം ചേർക്കാം. 5 മിനിറ്റ് ഈ ചീൻചട്ടിക്കകത്തിരുന്ന് ചീൻചട്ടിക്കകത്തിരുന്ന് തിളച്ച് കുമള പൊട്ടുന്നുണ്ടോ? നമ്മൾ ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി. ഒന്നും കൂടെ ഇളക്കിക്കേ. നന്നായിട്ട് ഇളക്ക്. നല്ല ആവി പറക്കുന്നു. നല്ല ചൂടാവി പറക്കുന്നു. ഇത് കുമ്പള പൊട്ടുന്നുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെച്ചിട്ട് ഇതിനകത്തോട്ട് കടുക് താളിച്ച് ചേർക്കുന്ന ഐറ്റംസൊക്കെ ചേർക്കാം. ഒന്ന് മാറ്റി വെക്കാം. അതായത് നമ്മൾ ചെരുവും വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് താളിച്ച് ചേർക്കുന്ന കടുകും ഇത് കുറച്ച് ഐറ്റംസ് ഉണ്ട് ആന്ധ്ര സ്റ്റൈല്. അത് നമുക്ക് ഇങ്ങോട്ട് താളിച്ച് ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ ആന്ധ്ര സ്റ്റൈൽ ദാൽ പപ്പു, അതായത് ആന്ധ്ര സ്റ്റൈല് പരിപ്പ് കറി റെഡിയായി. താളിച്ചെടുക്കുന്നതിന് വേണ്ടി കുഴുവുള്ള പാൻ അടുപ്പിൽ വെച്ച് കുഴുവുള്ള പാൻ ചൂടായി വരുന്നു. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. എണ്ണ ചൂടായി വന്ന് അതിലോട്ട് ആദ്യം കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് കൊടുക്കും. 1 ടീസ്പൂൺ കടുക്. കടല പൊട്ടി വരുന്നു. അതിലോട്ട് 1 ടീസ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. ഓക്കെ. ഇനി 1 ടീസ്പൂൺ ഉഴുന്നും കൂടെ ഇട്ട് കൊടുക്കുക. ഉഴുന്ന് കാണിച്ചേ. 1 ടീസ്പൂൺ ഉഴുന്ന്. ഇപ്പോൾ നേരത്തെ അങ്ങോട്ട് ഇട്ടു. ഇളക്കി കൊടുക്കുക കേട്ടോ. മീഡിയം ഫ്ലെയിം വെച്ചോ. ഇനി ഇതിലോട്ട്
സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കുക. ഒരു സവോള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കും. ആയിട്ട് കൊടുക്കും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. സവോള നന്നായിട്ട് ബ്രൗൺ കളർ ആകണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ശരിക്കും അങ്ങോട്ട് എണ്ണയ്ക്കകത്തോട്ടിട്ട് സവോള ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചപ്പ് കണ്ടമാനം അങ്ങോട്ട് ബ്രൗൺ കളറാണ്ട് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഇച്ചിരി അങ്ങോട്ട് ഇളക്കി കൊടുത്ത്. ഇനി ഇതിലോട്ട് കരിവേപ്പില ഇട്ട് കൊടുത്ത്. കറിവേപ്പില ഇട്ട് കൊടുക്കും. 2 തരം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. 1 തരം കൂടെ ഇട്ടോ. നന്നായിട്ട് കരിവേപ്പിലയുടെ സാധനം നന്നായിട്ട് കിട്ടുന്നു. നന്നായിട്ട് ഇളക്കി. ഇനി പത്തലമുളക് ഇട്ട് കൊടുത്ത്. 4 പത്തലമുളക് നടുവേ പൊളന്ന് ഇട്ട് കൊടുക്കും. ഉണക്കമുളക് പത്തലം ഇട്ടു. ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിനകത്തോട്ട് ജീരകം 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്ത്. നന്നായിട്ട് ഇളക്കി. 1/2 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി. നന്നായിട്ട് ആ പച്ചപ്പൊന്ന് മാറട്ടെ. നന്നായിട്ട് ഇളക്കി. അപ്പം ജീരകവും കടലപ്പരിപ്പും ഉഴുന്നും പത്തലമുളകും കരിവേപ്പിലയും സവോളയും ഒക്കെയാണ് നമ്മൾ ഇട്ടത്. ഇനി അവസാനം ഇടുന്നതാണ് നമ്മുടെ മല്ലിയില, ചെറുതായിട്ടായിരുന്നത്. മല്ലിയില അരിഞ്ഞിട്ട് മൊത്തം കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കിക്ക്. ഇച്ചിരി ഒന്ന് വാടട്ടെ. ഇളക്കിക്കൊടു. മല്ലിയിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് വാടിക്കോട്ടെ. ശരിക്കും വാടിക്കോട്ടെ. നന്നായി വാടിയ ശേഷം നമുക്ക് പരിപ്പ് കറിക്കകത്തോട്ട് പരിപ്പ് ഇട്ട് കൊടുക്കുക. നമ്മുടെ ആന്ധ്ര പരിപ്പ് കറിക്കകത്തോട്ട് ഇട്ട് കൊടുക്കുക. നമ്മുടെ നല്ല ടേസ്റ്റുള്ള നമ്മുടെ കറിക്കകത്ത് ഇട്ട് കൊടുക്കുക. ഇത് ആന്ധ്രക്കാരൊക്കെ ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ, ഞാൻ ആന്ധ്ര ആയിരുന്നപ്പോൾ ആന്ധ്ര ദാബ എന്നൊക്കെ പറയും. അവിടെ പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് അവർക്ക് പപ്പു ഇല്ലാത്ത കറിയില്ല. എന്തോ ശരിക്കും ഇങ്ങോട്ട് ഇച്ചിരി വാട്ടെ. നന്നായിട്ടങ്ങോട്ട്. ആന്ധ്രക്കാർക്ക് ഉച്ചയ്ക്ക് ദാളില്ലാത്ത അല്ലെ പപ്പു ഇല്ലാത്ത കറിയില്ല. ആന്ധ്ര സ്റ്റൈലാണ്. ഇന്ത്യയിൽ തന്നെ ലോകത്തിലെ ഏറ്റവും ടേസ്റ്റുള്ള ആന്ധ്ര ദാൽ കറിയാണ്. അപ്പോൾ ഈ നോയമ്പ് കാലത്തൊക്കെ ഉണ്ടല്ലോ, പിള്ളേർക്കൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഞാൻ ആന്ധ്രയിൽ പോയി കഴിഞ്ഞിട്ട് പരിപ്പിനൊക്കെ ഇത്രയും രുചിയുണ്ടോ, പരിപ്പ് കറിക്ക് എന്നാ ടേസ്റ്റാണ്. ആന്ധ്രാക്കാരുടെ ഒരു പ്രത്യേകത ഉണ്ട്. അവർ എല്ലാ ദിവസവും ഓരോ വെറൈറ്റി കറികളുണ്ടാക്കുന്നത്. പരിപ്പ് വെറൈറ്റി പരിപ്പ്. ഇന്ന് ഈ സ്റ്റൈലാണ് വെച്ചെങ്കിൽ നാളെ വേറെ സ്റ്റൈലിൽ വെക്കും. അങ്ങനെ അതാണ് ആന്ധ്രാക്കാർക്ക്. പരിപ്പില്ലാതെ പറ്റത്തില്ല. ഇതിനെ പറയുന്ന പപ്പു അല്ലെങ്കിൽ മൊസറു, അതായത് തൈര്. പരിപ്പും തൈരും കൊണ്ടാണ് അവർ കഴിക്കുന്നത്. പപ്പു മൊസറു ഇത് രണ്ടും അവർക്ക് മസ്റ്റാണ്. അവർ ആ ചൂടിനെയൊക്കെ അതിജീവിക്കുന്നതാണ്. ഞാൻ 5-6 വർഷം ഇത് തന്നെ കഴിച്ചാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് വീട്ടിലുണ്ടാക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്തോട്ടെ. നന്നായിട്ട് മൂത്ത് ഇനി നമുക്ക് നമ്മുടെ പരിപ്പിനകത്തോട്ട് ഇടാം. അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ താളിച്ച് ഇതൊന്ന് പെട്ടെന്ന് മൂടി വെച്ചേരും. എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് അതിൻ്റെ എസൻസ് പോകാതെ നമുക്ക് ഇറക്കി കൊടുക്കും. മൂടി വെച്ചിട്ട് മുടിക്കും. ഒരു 2 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞാൽ നമുക്ക് ഇളക്കി കൊടുക്കാം. അടപ്പ് തുറന്നതേ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ ആ താളിച്ചെടുത്ത് ഇപ്പം നമ്മുടെ ആന്ധ്ര സ്റ്റൈല് പരിപ്പ് കറി സൂപ്പറായിട്ടുണ്ട്. ഇനി ഇത് കൂട്ടി ചപ്പാത്തിക്ക് കൂട്ടാം, ഉച്ചയ്ക്ക് ചോറിന് കൂട്ടാം. ചപ്പാത്തിക്കൊക്കെ ഇത് കൂട്ടി കഴിച്ചാണ്ടോ, പൂരിയോ ചപ്പാത്തിയോ ഇച്ചിരി തൈരും കൂടെ ഒഴിച്ച് കഴിച്ചാണ്ടല്ലോ, അടിപൊളിയായിരിക്കും. നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് അടിപൊളിയായിരുന്നു. ഞാൻ പറഞ്ഞ റേഷ്യോയിൽ ഇൻഗ്രീഡിയൻസ് എടുക്കണേ, എന്നാലേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇത് നോക്കി അവൻ്റെ കളറ് കണ്ടോ, ഒരു പ്രത്യേക മണം.
ആന്ധ്ര സ്റ്റൈല്. ഇത് ചപ്പാത്തിയോടെ അങ്ങ് കൂട്ടിയാലുണ്ടല്ലോ അടിപൊളി. ഇതേ അച്ചാൻ ചപ്പാത്തിയോടെ കൂട്ടി കഴിക്കുക. അച്ഛൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കണേ. നമുക്ക് അച്ചാച്ചനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിക്കാം. ഓക്കെ, നമ്മുടെ കറി റെഡിയായി. ഇനി നമുക്ക് അച്ചാനെ കൊണ്ട് ടേസ്റ്റ് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇതാണതേ നമ്മുടെ ആന്ധ്ര സ്റ്റൈല് ദാൾ പപ്പു. കണ്ടോ, ആന്ധ്ര സ്റ്റൈല് ദാൾ കറി. ഇതാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളത്. ഇത് നിങ്ങളൊന്ന് വെച്ച് നോക്കണേ. ദേ നമ്മൾ അച്ചാനെ കൊണ്ട് അത് കാണിച്ചേ. അച്ഛാ അതൊന്ന് ഇളക്കി കാണിച്ചേ അച്ഛാ. ആഹാ, അടിപൊളി. ഒന്ന് സ്പൂണ് പൊക്കി കാണിച്ചേ. അടിപൊളി അടിപൊളി അടിപൊളി, സൂപ്പറായിട്ടുണ്ട് കേട്ടോ അച്ഛാ. നന്നായിട്ടെല്ലാം വെന്തിട്ടുമുണ്ട്. ആഹാ, നല്ല മണം. ഈ നോയമ്പ് കാലത്ത് നിങ്ങളിങ്ങനെ ഒന്ന് വെച്ച് നോക്കണേ. വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഞാൻ ആന്ധ്രയിൽ വെച്ച് പഠിച്ചതാണ് ഇത് വെക്കാൻ കേട്ടോ. അപ്പം ഏറ്റവും നല്ല ഒരു കറിയാണ്. നിങ്ങളുടെ പിള്ളേർക്കും വീട്ടിൽ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങളിതൊന്ന് വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഞങ്ങളുടെ ഈ കുക്കിംഗ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. അച്ഛനൊന്ന് തിന്ന് കാണിച്ച് വെച്ചാൽ ചപ്പാത്തിയുടെ കൂടെ അച്ഛനെടുത്ത് കഴിച്ച് കാണിക്കുവാണ്. അടിപൊളി. ചപ്പാത്തിയുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റിലൂടെ കഴിക്കാനുണ്ടല്ലോ, എന്നാ അടിപൊളിയാണെന്നറിയോ. അച്ഛനെടുത്ത് കഴിച്ച് ചേക്ക് നോക്കിയേ. എങ്ങനെയുണ്ട് അച്ഛാ? സൂപ്പർ സൂപ്പർ സൂപ്പർ. കിടുക്കാച്ചി കിടുക്കാച്ചി, അടിപൊളി, നല്ല ടേസ്റ്റ്. പത്തലമുളകിൻ്റെ അല്ലേ അച്ഛാ? ഇഞ്ചി, എരിവും ഉപ്പും എല്ലാം കണക്കാ അല്ലേ? സൂപ്പറായിട്ടുണ്ടല്ലേ അച്ഛാ? അവൻ്റെ ആ കളറ് കണ്ടല്ലേ അല്ലേ അച്ഛാ? അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് അല്ലേ അച്ഛാ? നോക്കിയേ, സൂപ്പറല്ലേ? അപ്പോൾ എല്ലാവരും ഇതിനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബിഗ് താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളോട് പറയാനുള്ള കമൻറ്റുകളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ മെസ്സേജ് അയക്കണേ, കമൻറ്റ് ചെയ്യണേ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു എവരിവൺ. താങ്ക് യു ഓൾ. താങ്ക് യു. ഓക്കെ, ഇതാണ് നമ്മുടെ ആന്ധ്ര സ്റ്റൈൽ പരിപ്പ് കറി. വളരെ സ്വാദിഷ്ടമാണ്. എല്ലാവരും കഴിക്കുക, ആഘോഷിക്കുക, ജീവിതം സെലിബ്രേറ്റ് ചെയ്യുക. താങ്ക് യു.